വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും നാട്ടിലെ ഒരു വ്ളോഗ് തന്നെയാണ്. നാട്ടിൽ പോയി വന്നിട്ട് ഒരുപാട് നാളായെങ്കിലും ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചത് ഇനിയും ഇടാനുണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോകുന്നത് ശ്രീശുമരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. ഇതിന് മുൻപ് മിഴിക്കുട്ടീനെ കൂട്ടി വന്നപ്പോൾ അവൾ വളരെ ചെറുതായിരുന്നു. ഇപ്പം അവൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാനുള്ള പ്രായമായല്ലോ. നമ്മുടെ നാട്ടിലെ പാർക്കിലും മിഴിക്കുട്ടിയൊക്കെ ഒന്ന് കളിക്കട്ടെ. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് സാധനങ്ങൾ കളിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ പോയപ്പോൾ അതിൽ പലതും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു, കേട് വന്നിട്ടുണ്ടായിരുന്നു. എത്ര വർഷമായിട്ടുള്ളൂ എന്റെ വെയിലടിച്ച് ഒന്നും ഒരു കംപ്ലീറ്റ് ആകാൻ. മേൽക്കുട്ടിക്ക് ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന പ്രജേട്ടനെയാണ് ഈ കാണുന്നത്. ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ വന്നു വെച്ചാൽ അവർക്ക് കുറച്ചു നേരം എൻജോയ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഞങ്ങൾ വന്ന സമയത്ത് നല്ല വെയിലായി പോയി. ഇത് നെക്സ്റ്റ് ഡേയിലെ വീഡിയോ ആണ് കേട്ടോ. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഒരു അടിപൊളി സ്ഥലത്തെത്തിയ ഒരു ദിവസം. നാട്ടിൽ വരുമ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചാണ് മിഴിക്കുട്ടിക്ക് ആധാർ കാർഡ് എടുക്കണമെന്ന്. ഇതല്ല കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം. ഇത് ഞങ്ങൾ അന്നത്തെ ദിവസം പുറത്തേക്ക് ഇറങ്ങി ആദ്യം ചെയ്ത കാര്യം എന്നേ ഉള്ളൂ. മിഴിക്കുട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ആധാർ കാർഡിലെ ഫോട്ടോ ഒക്കെ വളരെയധികം മോശമാണ്. അതുപോലെ ആവാതിരുന്നാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങൾ പാരാമൗണ്ടിൽ കയറി മിഴിക്കുട്ടി ജ്യൂസും ഞങ്ങൾ ഐസ്ക്രീമും ഒക്കെ കഴിച്ചു. പിന്നെയാണ് ഞങ്ങൾ തീരുമാനം എടുത്തത് നമുക്ക് ചെത്തല്ലൂർ പോയാലോ എന്ന്. അവിടെ പുതിയൊരു പാർക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റഹ്മാനേട്ടൻ. അപ്പോൾ അവിടെ പോയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അങ്ങോട്ടാക്കാം യാത്ര എന്ന് തീരുമാനിച്ചു. ഞാനും മിഴിക്കുട്ടിയും പ്രജേട്ടനും അമ്മയും കൂടിയാണ് ഇന്നത്തെ യാത്ര. പോകുന്ന വഴിയിലുണ്ടായിരുന്ന പുഴയായിരുന്നു. കുറേ പേരവിടെ കുളിക്കുന്നു, മീൻ പിടിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. വരുന്ന വഴി കുറച്ച് ഉള്ളിലേക്കാണ്. പാർക്ക് ചെയ്യാൻ നല്ല കഷ്ടമായിരുന്നു എന്നുള്ള ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ ബാക്കി എന്തുകൊണ്ടും അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ പോയിരുന്നപ്പോൾ അവിടുത്തെ ഫീസ് 100 രൂപയായിരുന്നു കേട്ടോ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഈ 100 രൂപ കൊടുത്താൽ നമുക്ക് എല്ലാം യൂസ് ചെയ്യാമായിരുന്നു. കുതിരപ്പുറത്ത് കയറാൻ മാത്രം നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുത്താൽ മതി. ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വെൽക്കം ചെയ്തത് ഈ ഒരു ഒട്ടകമാണ് കേട്ടോ. ബാബു എന്നാണ് ആ ഒട്ടകത്തിന്റെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ. കൊടുത്തടാ. പിന്നെ അവിടെ നിന്ന് പോന്ന ചെറിയ ചെറിയ പശുക്കൾ ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചെറിയ ചെറിയ സ്പോട്ടുകൾ, പല വ്യത്യസ്തമായ നായകൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫ്സാണ്. അവരെക്കുറിച്ച് ഞാൻ വഴിയേ പറയാം. ഈ കുതിരയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കണ്ടോ ഭയങ്കര അടി 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 വേറെയും കുറച്ച് കുതിരകൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് കൂടുതൽ അവര് നന്നാക്കുമായിരിക്കും. ഇത് നമ്മൾ മുത്തൊന്നല്ലേ കൊമ്പില് മാത്രം പല രാജ്യത്തു നിന്നുള്ള ആടുകളും എല്ലാം ഉണ്ടായിരുന്നു.
നീ മീനിനെ ഉണ്ണിക്ക് മീനിനെ പിടിക്കണേ. ഇതിൻ്റെ ഉള്ളിൽ മീനുണ്ടോ? ആലിഗേറ്റർ. ദിസ് ഈസ് ആലിഗേറ്റർ. അച്ഛൻ കാലിടണോ? കാലിട്. അവസാനം ഇതാ ഞങ്ങളെല്ലാവരും ഇരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. മീനുകളിങ്ങനെ വന്നിങ്ങനെ കൊത്തി കളിക്കായിരുന്നു കാലില്. അമ്മ വാ. അതാണ് മസാജ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ശരിക്കും എൻജോയ് ചെയ്തു. കുട്ടികളായിട്ട് പോകണം കേട്ടോ. കുട്ടികൾക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടുക അവിടെ. ഉണ്ണി ഇവിടെ നോക്ക്. ഇവിടെ നോക്കൂ കണ്ണാ. ഇവിടെ നോക്കടാ. ഇവിടെ നോക്ക് കണ്ണാ. ഉമ്മ വെക്കടാ. കാല് താത്തിക്കോ. ഉമ്മ വെക്കണം. നമുക്ക് നീ ഹാങ് ചെയ്യണം. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് പോയ ഇഷ്ടമായിരിക്കും. ചെയ്യടാ. ഹാങ് സ്ലോലി. പിടിച്ചോ. അവിടെ പിടിച്ചോ. പിന്നെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മരങ്ങളൊന്നും മുറിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പകല് പോയാലും വലിയ വെയിലൊന്നും അടിക്കാൻ ചാൻസ് ഇല്ല. ഇതും കുട്ടികൾക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവരുടെ ഈ പ്രായത്തിൽ കളിക്കാൻ പറ്റിയതാണല്ലോ. എനിക്ക് അതിൽ കയറി കളിക്കാൻ തോന്നി. അമ്മടത്തേക്ക് വാ. സൂപ്പർടാ. സൂപ്പർ സൂപ്പർ. അമ്മ വാ. ഉള്ളിലേക്ക് ഉള്ളിലേക്ക് സംസാരിക്കണ്ടോ? ഇതിനൊക്കെ കാണണം. കുറെ ആഗ്രഹം കണ്ടിട്ടില്ലേ? കാണണം. നമ്മ ഫിഷിംഗ് ഫ്രീക്സിന്റെ ചാനൽ. വെക്കണോ? തലയിൽ വേണം വയ്ക്കൂ അല്ലേ? നേരെ അങ്ങനെ പിടിച്ചോ കൈ. എനിക്ക് സത്യം പറഞ്ഞ ഈ പക്ഷികളെയും ജീവികളെയൊക്കെ പേടിയാണ്. പിന്നെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ പറയില്ലേ, ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ പിടിച്ചതാണ്. മാമിയുടെ ഫോട്ടോ എടുക്കാം. അമ്മയ്ക്ക് അമ്മയുടെ സ്വത്ത് ഇത് ഏതാണ്? മിട്ടു ഒരു ഉമ്മത്താ. അമ്മയ്ക്ക് ഒരു ഉമ്മത്താ. ഉമ്മത്താടാ.
മിട്ടുവിനാണോ? പിടിക്കണോ? ശരി. നമ്മുടെ മിട്ടു. കടിക്കണ്ടോ? ശരി, നമുക്ക് രണ്ടാം കൂടി വെച്ചാലോ? ഒന്നും പിടിക്കണ്ടാർന്നേ. എന്താ ഇതിന്റെ പേര്? അമ്മയുടെ അടുത്തേക്ക് പോടാ. തൊട്ടോ? യു കൻ ടച്ച്. ഉണ്ണീന്റെ മുഖം കാണില്ല. കണ്ടോ? നമുക്ക് കാണാണ്ടോ ഉണ്ണീനെ? ഈ മുഖം നമ്മൾക്ക് കാണാം. കേട്ടോ വിസിലടിക്കണേ? ആ എന്താ റോക്കി ഒരു വിസിലടിക്ക്. റോക്കി വിസിലടിക്ക്. അടിക്കണ വിസില്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക് കുഞ്ഞാ. പകലില് വരേണ്ടതായിരുന്നു. ഉണ്ണി ഇങ്ങോട്ട് നോക്കുവാ. ഇവിടുത്തെ സ്റ്റാഫ്സിനൊക്കെ ഞാൻ എടുത്തു പറയണം കേട്ടോ. അത് അടയ്ക്കാനുള്ള സമയം വരെ ആയിരുന്നു. എന്നിട്ടും അവർ വളരെയധികം ക്ഷമയോടുകൂടി ഞങ്ങൾക്ക് എല്ലാത്തിനും എടുത്തു തന്നു, കയ്യിൽ വെച്ച് തന്നു. അവർക്ക് ഭയങ്കര ക്ഷമയായിരുന്നു. തൊടാൻ പാടില്ല. നിങ്ങൾ ഫ്രണ്ട്സായി. പ്രജേണ്ണ വെക്കുമ്പോൾ തന്നെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ ഈ സോഫ സീറ്റ് പോലെ ഉണ്ടാവും. തണുപ്പില്ല. ഞാൻ പാമ്പിന്റെ ജീവിതത്തെ തൊടുന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതിനുള്ള ധൈര്യം അവർ തന്ന ഒരൊറ്റ ധൈര്യത്തിലാണ് കേട്ടോ ഞാൻ ഈ പിടിക്കുന്നതൊക്കെ. അതിന് ഞാൻ അവരോടാണ് നന്ദി പറയേണ്ടത്. കാരണം എനിക്ക് ഇത്രയും ധൈര്യം ആക്കി തന്നതിനും. ഇത് ജീവിതത്തിലേ ഞാൻ പിടിക്കുന്നു വിചാരിച്ചതല്ല, അത് ചെയ്യാൻ സാധിച്ചതും അവർ തന്ന ഒരൊറ്റ കോൺഫിഡൻസ് ആണ്. എൻ്റെ കയ്യിൽ വെച്ചപ്പോൾ മിഴിക്കുട്ടിയും പേടിയില്ലാണ്ട് പിടിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടമായി. ഫോട്ടോ എടുക്കണോ? വായലുണ്ടായില്ലോ വാല്. ഞാൻ പിടിച്ചതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, പറ്റുന്നവരെല്ലാവരും പോയിക്കോളൂ, ഇത് എക്സ്പീരിയൻസ് ചെയ്തോളൂ. അവിടുത്തെ സ്റ്റാഫ് എല്ലാം അടിപൊളിയാണ്. വേറെയും കുറേ ഉണ്ടായിരുന്നു അവിടെ, മൊയിലുകളും വേറെ പക്ഷികളും എല്ലാം കൂടിയും കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളൂ. ഇത് മറ്റേ സൺകുടൂർ പിടിക്കാൻ പാടില്ല. ചിറകാണ് അവര് മെയിൻ. അത് ചാടി അല്ലേ? ആ വലിപ്പമുള്ളൊക്കെ പറഞ്ഞു ഇതിങ്ങനെ കഴിഞ്ഞാൽ ഉണിക്ക് വെക്കണോ? നല്ലതുണ്ട്. ഇത് കുഞ്ഞത് കയ്യിലിങ്ങനെ പോട്ടോ, കയ്യിലിങ്ങനെ പോട്ടോ. ഓക്കെ, അതിന് വേദനിക്കും താഴെട്ടോ. ഓക്കെ, ഇതാണ്ടോ കയ്യിലിങ്ങനെ പേടി മാറാനല്ലേ, പേടി മാറാനല്ലേ, പോയിക്കോട്ടെ കേട്ടോ. അത് കുട്ടിയാണേ, ഒന്നും ചെയ്യില്ല. ഓക്കെ, കയ്യിൽ പോണേ, ഒന്നും ചെയ്യില്ല. കണ്ടാ ഇങ്ങനെ വെച്ചായി വാ, നിങ്ങളെ കയ്യിൽ വെച്ചു ഇങ്ങനെ സഞ്ചരിക്കോളൂ. No, it's not hurting. Money. It's not hurting.
അത് പിടിക്കാൻ ഗ്രിപ്പ് ഉണ്ടാക്കടാ. ഇത് നേരത്തെ നമ്മള് അതിന്റെ ഒക്കെ അല്ലേ എന്തിനാ അവിടെ കൈ വെക്കണം? ഇത് ഈ ഓന്തിനെ പോലെ ഉണ്ട്. പാമ്പടാ. ഇത് എന്ത് പാമ്പാ? കോൺ കോൺ സ്നേക്ക്. അതിന്റെ കയറ്റണം തലയിൽ കിട്ടിയിരിക്കണം. കുറച്ച് താഴെ ഇടരുതോ? ഫസ്റ്റ് യുവർ ടേൺ ഉണ്ണി. ഇതടച്ചിട്ട് ഇപ്പോഴേ വന്നിരിക്കാതെ നോക്കാം. ഇതാണ് ഞാൻ വാങ്ങി. ഈ കൂട്ടിലേക്ക് അങ്ങോട്ട് കേറിയതേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. പിന്നെ സംഭവിച്ചത് എന്താ വെച്ചാ എല്ലാം കൂടി വന്ന് നമ്മുടെ മേലിരിക്കും. അതിന്റെ കൈ മാറ്റി കൊടുത്തു ബോട്ടിൽ അരികിൽ വെച്ചു. അത് നോ വേണ്ടേ ഉണ്ണിക്ക്. ഒന്ന് എടുക്കും ഇതിന് വീഡിയോ എടുക്കാൻ. சரி வா. அது அப்படியே எனக்கு ட்ரான்ஸ்ஃபர் பண்ணு. உண்ணி குடிச்சோ? வேண்டே. എന്നാ ഹോൾഡ് ഇറ്റ് ടൈറ്റ്. ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ നല്ല കഷ്ടപ്പെട്ടു. കാരണം കയ്യില് ഫുള്ള് ഇവര് ചേന പിടിക്കാൻ ഉണ്ണി വേണമെങ്കിൽ പുറത്തേക്ക് പോകണം. ഉണ്ണിക്ക് ഉണ്ണി വേണമെങ്കിലേ അവിടേക്ക് പോയിക്കോ. സൺകൊന്നൂറാണ് പോയിട്ട് നിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു. അടുത്തത് മീഴ്ക്കുട്ടിയും പ്രചരണവും കൂടി കുതിരപ്പുറത്തു കൂടി കയറാൻ പോവുകയാണ്. അപ്പോഴേക്കും എല്ലാവരും നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇതുകൂടി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. കുതിരപ്പുറത്ത് കയറാൻ മാത്രം നമ്മൾ എക്സ്ട്രാ ഒരു 100 രൂപയും കൂടി കൊടുക്കണം. എല്ലാവർക്കും ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു അടിപൊളി യാത്ര തന്നെയായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. നമ്മുടെ ചെത്തല്ലൂരിലാണ്. ഞങ്ങൾ പോകുമ്പോൾ 100 രൂപയായിരുന്നു. കൂടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.